മോഹൻലാൽ 7 വമ്പൻ ഡയറക്ടറുടെ കൂടെ സിനിമകൾക്ക് കരാർ ഒപ്പിട്ടുവെന്ന് കഴിഞ്ഞ ദിവസം മനോരമയിൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ആ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല പേരുകളും പലപ്പോഴായി ഈ അടുത്തൊക്കെ ലാലേട്ടനൊപ്പം സിനിമകൾ വരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുള്ള സംവിധായകരുടെ പേരാണ്. പ്രത്യേകിച്ചും അതിൽ ജീതു ജോസഫ് ഉണ്ട്, ദിലീഷ് പോത്തൻ ഉണ്ട്, ജൂഡ് ആന്റണി ജോസഫ് ഉണ്ട്, സത്യൻ അന്തിക്കാട് ഉണ്ട്, തരുൺ മൂർത്തി ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ പ്രമുഖ പേരുകളെല്ലാം നമ്മൾ ലാലേട്ടനൊപ്പം നിരവധി തവണ കേട്ട പേരുകളാണ്. സത്യൻ അന്തിക്കാടിനൊപ്പം ലാലേട്ടൻ ഒരു സിനിമ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഹൃദയപൂർവ്വം ചിത്രം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. വീണ്ടും ആ ഒരു കോമ്പിനേഷനിൽ ചിത്രം സംഭവിക്കുമെന്ന് അന്നേ തന്നെ ഉറപ്പായിരുന്നു. ലാലേട്ടൻ ഏറ്റവും കംഫർട്ടബിൾ ആയി സിനിമ ചെയ്യുന്ന ഡയറക്ടർമാരിൽ ഒരാളാണ് സത്യൻ അന്തിക്കാട്. സീനിയർ ഡയറക്ടർമാരിൽ ഇപ്പോഴും ഹിറ്റ് ചിത്രങ്ങൾ നൽകുന്ന സംവിധായകനുമാണ് സത്യൻ അന്തിക്കാട്. തരുൺ മൂർത്തിയുമായി അദ്ദേഹം രണ്ടാമത്തെ ചിത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആദ്യം ചെയ്ത തുടരും വലിയ ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരുന്നു. ഇപ്പോൾ L366 അദ്ദേഹം തരുൺമൂർത്തിയുടെ കൂടെയാണ് ചെയ്യുന്നത്. അതിനുശേഷം രജപുത്ര രഞ്ജിത്തിന്റെ നിർമ്മാണത്തിൽ വരുന്ന ചിത്രം തരുൺമൂർത്തി തന്നെയാണ് സംവിധാനം ചെയ്യുന്നത്. ലാലേട്ടനാണ് അതിലും നായകനായി എത്തുന്നത്. ദിലീഷ് പോത്തന്റെ പ്രോജക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആന്റണി പെരുമ്പാവൂരാണ്. ശ്യാം പുഷ്കരനാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിക്കുന്നത്. ജൂഡ് ആന്റണി ജോസഫുമായി തുടക്കം ഇപ്പോൾ ആശീർവാദ് സിനിമാസ് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. വിസ്മയ മോഹൻലാലാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. ജൂഡുമായി ലാലേട്ടൻ മുഴുനീള വേഷത്തിലെത്തുന്ന മറ്റൊരു സിനിമ സംഭവിക്കാനിരിക്കുന്നുണ്ട്. ജീതു ജോസഫുമായി ദൃശ്യം 3 ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ജീതു ജോസഫ് സ്ഥിരമായി ലാലേട്ടനൊത്ത് കൊളാബ് ചെയ്യുന്ന ഡയറക്ടറാണ്. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ലാലേട്ടനൊപ്പം തന്നിട്ടുള്ള സംവിധായകനുമാണ്. ജിത്തു ജോസഫിന്റെ ദൃശ്യം 4 എന്തായാലും ലാലേട്ടനുമായി സംഭവിക്കും. അതല്ലാതെ മറ്റൊരു പ്രോജക്റ്റ് കൂടെ അവർ ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. ഈ സംവിധായകരല്ലാതെ മറ്റു പല പ്രമുഖ സംവിധായകരും നിരവധി പ്രോജക്റ്റുകൾ ലാലേട്ടനുമായുള്ള ഡിസ്കഷനിലുണ്ട്. ഏതൊക്കെയാണ് കൺഫേം ആവുക എന്നറിയില്ല. ഏതായാലും ലാലേട്ടന്റെ ഒരു പുതിയ ചിത്രത്തിനുള്ള അനൗൺസ്മെന്റിന് വേണ്ടി കാത്തിരിക്കാം. കഴിഞ്ഞ ദിവസം ലാലേട്ടനും പ്രിയദർശനും ഒരുമിച്ച് ചെയ്യാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ആ ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമല്ല. ഏതായാലും കാത്തിരിക്കാം ലാലേട്ടന്റെ പുതിയ സിനിമകൾക്കുള്ള അപ്ഡേറ്റിനും അനൗൺസ്മെന്റിനുമായി.